മുൻകർ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ പക്വതയും വിവേകവുമുള്ള ആളുകൾ മോശമായി കരുതുന്ന കാര്യങ്ങൾ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിലക്കാം, പാടില്ല എന്ന് പറയാം. അതിൻ്റെ മുൻപന്തിയിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മുടെ നാടുകളിൽ ഒരു തലമുറയെ എങ്ങനെ നശിപ്പിക്കാം എന്ന് കൊണ്ടുപിടിച്ച ആലോചനകളാണ്. അതെവിടെ നിന്നാണ് അവർ തുടങ്ങുന്നത്? സ്കൂൾ വിദ്യാലയങ്ങളിൽ നിന്ന്. നമ്മുടെ മക്കൾ, നമ്മുടെ ചോരയിൽ പിറന്ന നമ്മുടെ മക്കൾ, അവരുടെ വീട് ഈ പറഞ്ഞ ആളുകൾ ആരും വെച്ചു കൊടുത്തതല്ല, നമ്മൾ വെച്ചു കൊടുത്തതാണ്. അവരുടെ വസ്ത്രം നമ്മൾ വാങ്ങിക്കൊടുത്തതാണ്. അവരുടെ ഭക്ഷണം നമ്മൾ വാങ്ങിക്കൊടുത്തതാണ്. അവരുടെ പുസ്തകം നമ്മൾ വാങ്ങിക്കൊടുത്തതാണ്. അവരുടെ പേനയും പെൻസിലും ബാഗും എല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്തതാണ്. അവരുടെ വാഹന സൗകര്യം നമ്മളാണ് ചെയ്തു കൊടുത്തത്. അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനുള്ള ഫീസ് പോലും നമ്മളിൽ നിന്നാണ് വാങ്ങുന്നത്. പക്ഷേ അവർ പറയുന്നു, ഇവർ ഞങ്ങൾ പറയണം. ഇവനാണാണോ പെണ്ണാണോ ഉമ്മയും വാപ്പയും പറയരുത്, ഞങ്ങൾ തീരുമാനിക്കും. അവൻ ആരുടെ അടുത്തിരിക്കണം, അവൻ എന്ത് വസ്ത്രം ധരിക്കണം, അവൻ്റെ മതം എന്തായിരിക്കണം, ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുന്ന ധാർഷ്ട്യത്തിൻ്റെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവർ ഈ നിയമങ്ങളൊക്കെ അവരവരുടെ വീട്ടിൽ നടപ്പിലാക്കുന്നുണ്ടോ? ഇല്ലതാനും. അപ്പോൾ അവിടെ നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ച് ഇത്തരത്തിലുള്ള അധാർമിക പ്രവണതകൾക്കൊക്കെ എതിരെ ശബ്ദിക്കാൻ മുസ്ലിമീങ്ങളും മുസ്ലിം ഉമ്മത്തിലെ ദാഇമാരും മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് എന്തായാലും എന്താണ്? പരലോകമില്ലെന്ന് പറയുന്നവന് ഇവിടെ എങ്ങനെ ജീവിച്ചാലും എന്താണ് പ്രശ്നം? എന്നാൽ നാളെ ഒരു ലോകം വരാനുണ്ടെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് ആ ഇസ്ലാമിൻ്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഫസാദാണ് അതൊക്കെ. അള്ളാഹു ഇസ്ലാമിലൂടെ നൽകിയതെല്ലാം ഖൈറാണ്. അതിനെതിരെ പ്രവർത്തിച്ചാൽ ഈ ഭൂമിയിൽ അതിൻ്റെ തിക്തഫലം അവരവർ തന്നെ അനുഭവിക്കണം. ഈ നിലക്കുള്ള പുതിയ നമ്മുടെ നാട്ടിലുള്ള പരിഷ്കാരങ്ങളൊക്കെ യൂറോപ്പിലൊക്കെ നേരത്തെ നടപ്പിലാക്കി പരാജയം സമ്മതിച്ച് ഇപ്പോൾ അതിന് നേരെ വിപരീതമായ ഓർഡറുകളാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ എല്ലാം വൈകിയാണല്ലോ ലഭിക്കുന്നത്. അപ്പോൾ അവർ പരിഷ്കാരമായി ഇപ്പോൾ നടപ്പിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ അതെല്ലാം ഫസാദാണ്. അത്തരത്തിലുള്ള സകല ഫസാദുകൾക്കെതിരിലും അത്തരത്തിലുള്ള സകല മുൻകറാത്തുകൾക്കെതിരിലും ശബ്ദിക്കുകയും നന്മ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഭൂമിയിൽ നന്മയുണ്ടാക്കുകയും ചെയ്യുന്നവരാരോ വൗലൈകഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അവർക്ക് വിജയിക്കാൻ സാധിക്കും ഈ ലോകത്തും പരലോകത്തും.